പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിക്ക് ചില സംശയങ്ങളൊക്കെ വരികയാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ ദേവയാനിയോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി ജാനകിയുടെ പഴയ സ്വഭാവം അല്ല ഇപ്പോൾ ജാനകിയോട് ഒന്നും തുറന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഓരോ പ്രശ്നങ്ങൾ ഇതിനെപ്പറ്റി ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവളെ വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യത്തെ പോലെ അവളോട് ഒന്നും തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തൽക്കാലം ഇവളോട് ഇപ്പോൾ സത്യം ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി ഒന്നും പറയാണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയമാണെങ്കിൽ ജാനകി കുത്തി ചോദിക്കുന്നുണ്ട്, അല്ല ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്നുള്ളത് അംഗീകരിച്ചു കഴിഞ്ഞു, പക്ഷേ ഏട്ടത്തിയാണെങ്കിൽ പറയുന്നു ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. ആദർശിൻ്റെ കുഞ്ഞാണ് എന്ന് ഏട്ടത്തി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? ആദർശിൻ്റെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആദർശ് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ അങ്ങനെ അനഘ എന്നൊരു പെൺകുട്ടിയെ നമ്മുടെ ആദർശ് പ്രണയിച്ചതായോ അങ്ങനെ ഒരു കുട്ടിയായിട്ട് ബന്ധമുള്ളതോ ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആ പേര് പോലും ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇതിന് അകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ട്. എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയട്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആദർശ് എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കെണിയാണ്, പക്ഷേ ചന്തുമോളെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കുന്നു, നയനയും അത് തയ്യാറാണ് എന്നുള്ളത് അവർ പറഞ്ഞു, ഞാൻ കേട്ടു, അത്രയേ ഉള്ളൂ ജാനകി, അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ദേവയാനി. കാരണം ജാനകിയോട് ആദ്യത്തെ പോലെ തുറന്ന് പറയാനുള്ളൊരു വിശ്വാസം ദേവയാനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ മനസ്സിൽ സംശയം വെച്ചിട്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് ജാനകിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ട് എന്നുള്ളത് ദേവയാനിക്ക് മനസ്സിലാവുകയും നയനയോട് അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നയനയുടെ മുറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ നയന അവിടെ മുടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മോളെ നീ എന്തെടുക്കുക, നീ എങ്ങോട്ടെങ്കിലും പോകാനുള്ള പുറപ്പാടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങോട്ടും പോകാനില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ശരിയാക്കിയതേ ഉള്ളൂ, എന്താ അമ്മ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇളയമ്മ വന്നിട്ട് എന്നോട് ചന്തുമോളുടെ കാര്യവും ആദർശിൻ്റെ കുഞ്ഞാണോ എന്നുള്ളതൊക്കെ ചോദിച്ചു. പക്ഷെ അവളുടെ സംസാരത്തിൽ എന്തൊക്കെയോ സംശയമുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിലും സംശയം എന്തെങ്കിലും മനസ്സിൽ കുടുങ്ങി കഴിഞ്ഞാൽ അത് തെളിയിക്കുന്നത് വരെ അവൾ നടക്കും. അതിനെക്കൊണ്ട് തന്നെ ജാനകിയെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതറിയും, പിന്നെ നമ്മൾ മൂടി വെച്ചതിനൊരർത്ഥം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, എളാമ എന്ത് സ്നേഹത്തോടെ വന്നാലും എളാമയുടെ ഉള്ളിൽ ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു അംശമെങ്കിലും കിടക്കും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട. ഇളയമ്മ ഇപ്പോൾ അനാമികയെ മനസ്സിലാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നന്ദുവിനോടുള്ള ആ ഒരു ദേഷ്യം ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ അത് ഇളയമ്മ വീട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട. കാരണം നന്ദുവിനെ ചൊല്ലി ഞാനും ഇളയമ്മയും ഇടയ്ക്കിടയ്ക്ക് തർക്കമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അതിനെക്കൊണ്ടൊന്നും പറയണ്ട അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനിയും പറയുന്നുണ്ട്, അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മോളെ ഞാനൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ജാനകി അവരുടെ മുറിൻ്റെ അടുത്തോട്ട് വരുന്നത്. എന്നിട്ട് ജാനകി ചിന്തിക്കുന്നുണ്ട്, അല്ല ഞാൻ സംസാരിച്ച ഉടനെ തന്നെ ചേച്ചി എന്തിനാ നയനയെ കാണാൻ പോയത്, അവർക്ക് എന്താ എത്രമാത്രം പറയാനുള്ളത്, എന്തായാലും ഞാൻ സംസാരിച്ച ഉടനെ പോയത് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനായിരിക്കും, അപ്പോൾ എന്താണ് അവർ പറയുന്നത് എന്നൊന്ന് കേൾക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാതിനരികിൽ പോയി നിൽക്കുകയാണ്. ആ ഒരു കൃത്യസമയത്ത് തന്നെയാണ് ദേവയാനി ചന്തുമോളുടെ കാര്യം പറയുന്നത്. മോളെ അന്ന് ആദർശിൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാനും സംശയിച്ചതാണ്, ആരായാലും സംശയിച്ചു പോകും. പിന്നെ എൻ്റെ സംശയം ശക്തമായപ്പോൾ എനിക്ക് അത്രയ്ക്കും സങ്കടം വന്നപ്പോൾ പിന്നെ നിങ്ങൾ തുറന്ന് പറയുകയായിരുന്നല്ലോ, ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ അഭിയാണ്, അത് നവ്യയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റെടുത്തതാണ് എന്നുള്ളത്. അതിനുശേഷമാണല്ലോ എനിക്ക് ചന്തുമോളോടൊരു ഇഷ്ടമൊക്കെ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് വെറുപ്പായിരുന്നല്ലോ. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു കരട് പോലെ വന്ന പെൺകുട്ടി എന്നുള്ള രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയനയും പറയുന്നുണ്ട്, ആദർശേട്ടന് ആദ്യം ഈ ഒരു കുട്ടിയുടെ അച്ഛനാണ് എന്നുള്ള പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു അബിയുടെ മകളാണ് എന്നുള്ളത്. പക്ഷേ ആദർശേട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ആദർശേട്ടൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പും വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമൊന്നും അറിയാതെ ഞാൻ കൂടെ നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സംസാരം മുഴുവൻ ജാനകി കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഈ നയനയും ആദർശം എന്ത് നല്ല സ്വഭാവത്തിനുടമയാണ്, എന്നിട്ടാണല്ലോ ആ അനാമിക എന്ന് പറയുന്ന വൃത്തികെട്ടവൾക്ക് വേണ്ടി ഇവരെയൊക്കെ ഞാൻ ഒരുപാട് ഇവരോട് ദേഷിച്ചതും ഇവരെ ചീത്ത പറഞ്ഞതും ഇവരെ കുറ്റപ്പെടുത്തിയതും. ഇപ്പോൾ സ്വന്തം ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഭി ചെയ്ത ഏറ്റവും വലിയ കള്ളത്തരവും ക്രൂരതയും തലയിലേറ്റി നടക്കുകയാണ് ആദർശ്. സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടിയിട്ടും അവനൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവന് കൂടപ്പിറപ്പുകളോട് ഒരുപാട് സ്നേഹവും ഒക്കെയുണ്ട്, പക്ഷേ അതൊന്നും തിരിച്ച് അഭിക്കോ അല്ലെങ്കിൽ അഭിയുടെ ഭാര്യയ്ക്കോ ഒന്നും ഇല്ലല്ലോ. ഇത്രയും വലിയ രഹസ്യമാണല്ലേ ഇവർ കൊണ്ട് നടക്കുന്നത്.
ഇതൊക്കെ സഹിക്കാൻ ഇവർക്കേ പറ്റുകയുള്ളൂ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. കാരണം എത്ര കുറ്റപ്പെടുത്തിയിട്ടും ഇവരതൊന്നും പൊട്ടിത്തെറിച്ച് തുറന്ന് പറയുന്നില്ലല്ലോ. ഏതായാലും നല്ല സ്വഭാവത്തിന് ഉടമയാണ്. തൽക്കാലം ഞാനിത് അറിഞ്ഞത് അവരറിയണ്ട. എന്തായാലും അഭിയെയും അതുപോലെ ഇതിന് കൂട്ടുനിന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നേരിടാൻ അവർക്ക് കഴിയട്ടെ. അതിന് എൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ഞാൻ അവരെ അറിയാത്ത രീതിയിൽ ചെയ്തു കൊടുക്കും. തൽക്കാലം ഇതൊന്നും അറിയണ്ട. ഏതായാലും ഏട്ടത്തി എന്നോട് പറയാതിരുന്നത് ജലജയുമായിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞാലോ എന്നൊക്കെ കരുതിയിട്ടാകും. തൽക്കാലം ഇതിനെക്കുറിച്ച് അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ശാന്തമായിട്ട് നിൽക്കുകയാണ് ജാനകി. എന്നിട്ട് ഈ അഭി എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ആ ഒരു വ്യക്തിയെ തന്നെ ഇല്ലാണ്ടാക്കണം. ഏതായാലും നന്ദു കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഏതായാലും ഇനി അവൻ്റെ കാര്യം പോക്കാം. കാരണം നന്ദു തൻ്റെടിയാണ്. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതൊന്നും നോക്കണ്ട. പക്ഷേ നന്ദു തൻ്റെടിയാണ്. അതുകൊണ്ട് തന്നെ അഭിയുടെ എല്ലാ കള്ളത്തരം പൊളിച്ചടുക്കി അവനെ പുറത്തിറക്കാനൊന്നും സാധ്യതയില്ല. കാരണം ഇത്രയും വലിയ ക്രൂരത ചെയ്തവനോട് ആർക്കും പൊറുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത് ഏറ്റെടുത്ത ആദർശിനെയും കുറ്റം പറഞ്ഞ് നടക്കുക എന്നൊക്കെ വെച്ചാൽ എന്താ ചെയ്യുക. ഏതായാലും അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. എല്ലാം കലങ്ങി തെളിയുമെന്നൊക്കെ ചിന്തിക്കുകയാണ്